പാട്ടും ഡാൻസും കളിച്ച് രാത്രി എങ്ങോട്ടാന്നല്ലേ? ഇത് ഇപ്പോഴത്തെ വീഡിയോ അല്ല ആക്ച്വലി. ഇത് 2024 ഞാൻ യുഎയിൽ നിന്ന് നാട്ടിലേക്ക് വെക്കേഷന് പോയപ്പോഴുള്ള എൻ്റെ വീഡിയോ ആണ്. അത് കഴിഞ്ഞ ദിവസം ഗാലറി നോക്കിയപ്പോഴാണ് ഈ വീഡിയോസൊക്കെ കണ്ടത്. എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. സത്യം പറഞ്ഞാൽ ഇതൊക്കെ നമുക്കൊരു മെമ്മറീസാണ് സത്യം പറഞ്ഞാൽ പ്രവാസികൾക്ക്. നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല, കാരണം അത് നിങ്ങളൊരു തവണ പ്രവാസി ആയാലേ എന്താണ് ഇവിടുത്തെ അവസ്ഥ നിങ്ങൾക്ക് അറിയുള്ളൂ. കാരണം എല്ലാവരുടെ വിചാരമുണ്ട് ദുബായ് എന്ന് പറഞ്ഞാൽ അടിച്ചുപൊളി എന്നൊരു ലൈഫ് മാത്രമേ ഉള്ളൂ. അങ്ങനെയല്ല. സ്വന്തം വീട്ടുകാരെയും അതുപോലെ തന്നെ സ്വന്തം നാടും വിട്ട് വേറൊരു രാജ്യത്ത് ഒറ്റയ്ക്കുള്ളൊരു ജീവിതം തന്നെയാണത്. ഇതൊക്കെ എന്തിനാ ഇപ്പം ഞാൻ ഇവിടെ പറയുന്നത്? അതല്ല. ഓക്കെ, ഇത് ഞങ്ങളൊരു വാഗമൺ പോയൊരു യാത്രയാണ് കേട്ടോ. അടിപൊളി വൈബ് തന്നെയായിരുന്നു. കാരണം നമ്മൾ പോയ സമയം എന്ന് പറഞ്ഞാൽ ഈ ഒരു മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പ്ലാൻ ചെയ്യാണ്ട് വർക്കൗട്ട് ചെയ്തതാണ് ശരിക്കും സക്സസ് ആവുന്നത്. വെക്കേഷന് പോയ സമയത്ത് കൊച്ചിയിൽ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി ജസ്റ്റ് പോയത്. അപ്പം തന്നെ പ്ലാൻ ഇട്ടു, വീട്ടിൽ വിളിച്ച് പറഞ്ഞു മമ്മി ഇതുപോലെ പോവാണ്. അപ്പോൾ പറഞ്ഞു ഓക്കെ. അങ്ങനെ പ്ലാൻ ചെയ്ത്, കാരണം ഒരു പ്ലാനും ഇല്ലാണ്ട് നമ്മൾ സ്പോട്ടിൽ പോയതാണ്. അത് മാത്രമല്ല എന്തോ നല്ല ഭാഗ്യമുണ്ട്. കാരണം നമ്മൾ ചെന്ന സമയത്ത് എത്രയോ വർഷങ്ങൾക്ക് ശേഷം പൂക്കുന്നൊരു പൂവാണ് ഇത് നീലക്കുറിഞ്ഞി, ഇടുക്കിയിലുള്ള. അതും ഉണ്ടായിരുന്നു, അതും ഞങ്ങൾ കണ്ടു. പിന്നെ കുറേ തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ തേയിലത്തോട്ടത്തിൻ്റെ അകത്തൂടെയൊക്കെ നടന്നു. ആ നടന്നതിന് പകരം നമുക്ക് കിട്ടുകയും ചെയ്തു അട്ടാന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. അത് സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ. എൻ്റെ പൊന്നോ, ഷൂവിൻ്റെ അകത്തുനിന്നൊക്കെ കിട്ടി. പിന്നെ നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു മഴയുണ്ടായിരുന്നു. മഴ പ്ലസ് തണുപ്പ്, അങ്ങനെയായിരുന്നു. സ്വിമ്മിംഗ് പൂള് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, സ്വിമ്മിംഗ് പൂളിൻ്റെ മേലെ കൂടെ ഇങ്ങനെ മഞ്ഞ് ഇങ്ങനെ പോവുക, അതും കാണാം. അടിപൊളി റിസോർട്ടായിരുന്നു നമ്മൾ നിന്ന റിസോർട്ട്. പിന്നെ സ്വിമ്മിംഗ് പൂള് കണ്ടിട്ട് പിന്നെ ചാടാണ്ടിരിക്കുന്നത് മോശമല്ലേ? എനിക്ക് നീന്തൽ അറിയില്ല, അതുകൊണ്ട് ഞാൻ ചാടിയില്ല. ബാക്കി എല്ലാവരും ചാടി ആയിരുന്നു കേട്ടോ. ഈ 2 ദിവസമായിട്ട് നമ്മൾ ഫോണൊന്ന് നോക്കാൻ പോലും തോന്നിയിട്ടില്ല. പിന്നെ വീട്ടുകാരെ വിളിച്ച് പറഞ്ഞു, എനിക്ക് അവർക്ക് ടെൻഷൻ ആവുമല്ലോ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങളും പാട്ട് പാടലും ഡാൻസ് കളിക്കലും ഒക്കെ ആയിരുന്നു. ഈ പോകുന്നത് എങ്ങോട്ടാന്ന് പറയുന്നത് നീലക്കുറിഞ്ഞി പറിക്കാൻ വേണ്ടി പോവാട്ടോ. കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു, ബട്ട് കുറേ സ്കിപ്പാവുന്ന ഒരു പ്ലേസ് കൂടിയിട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഭയങ്കര കെയർ ചെയ്തിട്ടാണ് പോകുന്നത്. 2025 വെക്കേഷന് വരണം, വന്നിട്ട് വേണം ഇതുപോലെ അടുത്തൊരു പ്ലേസിൽ പോകാൻ വേണ്ടിയിട്ട്. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.